പേട്ടയിൽ കാണാതായ നാടോടിക്കുട്ടിയെ കിട്ടിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. തിരുവനന്തപുരത്ത് കുട്ടിയെ കിട്ടിയ റെയിൽവേ ട്രാക്കിന് സമീപമെത്തിച്ചാണ് തെളിവെടുപ്പ് ഇപ്പോൾ നടത്തുന്നത്. പ്രതി ഹസൻകുട്ടി എന്ന കബീറിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള സന്നാഹത്തോടെയാണ് ഇപ്പോൾ ആ പ്രതിയുമായി പോലീസിൻ്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. നിലവിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ചെന്ന് കരുതപ്പെടുന്ന റെയിൽവേ ട്രാക്കിന് പരിസരത്താണ് ഇപ്പോൾ പ്രതിയെ എത്തിച്ചിട്ടുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രതി ഹസൻകുട്ടി എന്ന കബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇയാൾ നവായിക്കുളം സ്വദേശിയാണെങ്കിൽ പോലും മുൻപ് ഇതര സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് എത്തിയ വ്യക്തി കൂടിയാണ്. ഇയാളുടെ മറ്റ് പശ്ചാത്തലം ഒക്കെ പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൃത്യമായൊരു അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലത്തും എത്തിച്ച പ്രതി കബീറിനെ തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. അല്പസമയം മുമ്പ് പൂർത്തീകരിച്ച പ്രതിയുമായി പോലീസ് സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏറെ നിർണായകമായ ഒരു കേസായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള നാടോടി സ്ത്രീകളിൽ നിന്നും സംഘത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ കാണാതെ പിറ്റേ ദിവസം രാവിലെ 19 രാവിലെയോട് കൂടി ഈ വാർത്ത പുറത്തു വരികയും ഏകദേശം 24 മണിക്കൂറിന് ശേഷമാണ് ഈ കുഞ്ഞിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിർണായകമായ ഒരു കേസ് തന്നെയായിരുന്നു. കാരണം ഇത്തരത്തിലൊരു സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു തെളിവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പ്രതി അവശേഷിപ്പിച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പശ്ചാത്തലത്തിൽ ശാലിനിയെ തുടരുക. നിലവിൽ പ്രതിയുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. പക്ഷേ ശക്തമായ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.